ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. മനമെന്നെന്നും വാഴ്ത്തിടുമേ, സ്തുത്യനാം ദൈവത്തെ പുകഴ്ത്തിടുമേ. എൻ മനമെന്നെന്നും വാഴ്ത്തിടുമേ, സ്തുത്യനാം ദൈവത്തെ പുകഴ്ത്തിടുമേ. സർവമഹത്വത്തിനും യോഗ്യനവൻ, യാതെന്നല്ലോ അവൻ ശ്രേഷ്ഠനാമം. സർവമഹത്വത്തിനും യോഗ്യനവൻ, യാതെന്നല്ലോ അവൻ ശ്രേഷ്ഠനാമം. എന്റെ ദൈവമോ അവനുന്നതനല്ലോ, എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. എന്റെ ദൈവമോ അവനുന്നതനല്ലോ, എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. മഹത്വവും തേജസ്സും ധരിച്ചിടുന്നു, തിരശീല പോൽ വാനത്തെ വിരിപ്പോ. മഹത്വവും തേജസ്സും ധരിച്ചിടുന്നു, തിരശീല പോൽ വാനത്തെ വിരിപ്പോ. മേഘങ്ങളെ തന്റെ തേരാക്കിയും കാറ്റിൻ ചിറകിൻ മീതെ സഞ്ചരിക്കുന്നു. മേഘങ്ങളെ തന്റെ തേരാക്കിയും കാറ്റിൻ ചിറകിൻ മീതെ സഞ്ചരിക്കുന്നു. എന്റെ ദൈവമോ അവനുന്നതനല്ലോ, എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. എന്റെ ദൈവമോ അവനുന്നതനല്ലോ, എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. ദൈവാതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവചനം ധ്യാനിപ്പാൻ നമുക്കൊരു ദിവസം കൂടി കർത്താവ് തന്നിരിക്കുന്നു. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഈ ഭൂമിയിൽ മനുഷ്യൻ കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ ജീവിക്കുമ്പോൾ അനേകരുടെ ഹൃദയത്തിലെ ചിന്തകളും ഈ ലോകത്തിൽ ഒരു കഷ്ടതയും വരാത്ത ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഈ ലോകത്തിലൊരു പ്രയാസവും വരാത്ത ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോൾ ദൈവത്തെ കൂടാതെ ജീവിക്കുന്നവർക്കുണ്ടാകുന്ന സമൃദ്ധിയും അനുഗ്രഹങ്ങളും പലപ്പോഴും ദൈവമക്കളുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കുമ്പോൾ വലിയ ചിന്താക്കുഴപ്പം അനേകരുടെ ഹൃദയത്തിൽ കടന്നു വരുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. എന്തുകൊണ്ട് എനിക്കിങ്ങനെ വരുന്നു? ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവർക്ക് സമൃദ്ധിയും സുഖവും സന്തോഷവും ലഭിക്കുന്നു എന്ന്. ഇയ്യോബിൻ്റെ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇയ്യോബിൻ്റെ ജീവിതത്തിലും കടന്നു വന്നു എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 21 അധ്യായവും സങ്കീർത്തനങ്ങളുടെ പുസ്തകം 73 സങ്കീർത്തനവും വായിക്കുമ്പോൾ അവിടെ രണ്ട് ഭാഗത്തും ഭക്തന്മാരുടെ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത അല്ലെങ്കിൽ അവർക്ക് പിടികിട്ടാത്ത സംശയകരമായ പല ചോദ്യങ്ങളും അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 21 അധ്യായത്തിൻ്റെ 7 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ദുഷ്ടന്മാർ ജീവിച്ചിരുന്ന് വാർദ്ധക്യം പ്രാപിക്കുകയും അവർക്ക് ബലം വർദ്ധിക്കുകയും ചെയ്യുന്നത് എന്ത്? ഇയ്യോബിൻ്റെ ഉള്ളിൽ ആ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ വരുന്ന ഒരു ചോദ്യമാണ് എന്ത്? ദൈവമേ, ഞാൻ നിന്നോടുകൂടെ ജീവിച്ചിട്ട് തെറ്റൊന്നും പറ്റരുതെന്നുള്ള നിഷ്ഠയോടെ ജീവിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ഈ വലിയ കെടുതികളെല്ലാം കടന്നു വന്നിരിക്കുന്നതിൽ
ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന, പാപികളായി ജീവിക്കുന്ന, പിശാചിന്റെ ഇഷ്ടത്തിന് തങ്ങളെ തന്നെ വിട്ടുകൊടുത്ത് ജീവിക്കുന്ന ദുഷ്ടന്മാർ ജീവിച്ചിരുന്ന് വാർദ്ധക്യം പ്രാപിക്കുകയും അവർക്ക് ബലം വർദ്ധിക്കുകയും ചെയ്യുന്നത് എന്ത് എന്ന് ഇവിടെ നമുക്കറിയാം. യോബിന്റെ കഷ്ടതയിൽ യോബിനെ ആശ്വസിപ്പിക്കുവാൻ യോബിന്റെ 3 സ്നേഹിതന്മാർ വന്നു എന്ന് യോബിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. യോബിന്റെ സ്നേഹിതനായ സോഫർ എന്ന് പറയുന്ന വ്യക്തി യോബിനോട് പറയുന്ന ചില കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. വായിക്കാം നമുക്ക് 8-3 മുതൽ. ദൈവം ന്യായം മറിച്ചു കളയുമോ? സർവശക്തൻ നീതിയെ മറിച്ചു കളയുമോ? സർവശക്തൻ നീതിയെ മറിച്ചു കളയുമോ? നിന്റെ മക്കൾ അവനോട് പാപം ചെയ്തെങ്കിൽ അവൻ അവരെ അവരുടെ അതിക്രമങ്ങൾക്ക് ഏൽപ്പിച്ചു കളഞ്ഞു. നിന്റെ മക്കൾ അവനോട് പാപം ചെയ്തെങ്കിൽ അവൻ അവരെ അവരുടെ അതിക്രമങ്ങൾക്ക് ഏൽപ്പിച്ചു കളഞ്ഞു. നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. ദൈവത്തിന് സ്തോത്രം. യോബിന്റെ സ്നേഹിതൻ പറയുകയാണ്, നിന്റെ മക്കൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും അപരാധം വന്നു കാണും, അതുകൊണ്ടാണ് ദൈവം ഈ അകൃത്യം അല്ലെങ്കിൽ ഈ വലിയ കഷ്ടത നിന്റെ മക്കളുടെ മേൽ വെച്ച് കളഞ്ഞത്. ദൈവം നീതിമാനല്ലേ? ദൈവം അനീതിയായിട്ട് പ്രവർത്തിക്കുമോ? ദൈവത്തിന് സ്വപ്രീപ്രണി യോബിനെ ആശ്വസിപ്പിക്കാൻ വന്ന, കഷ്ടതയിൽ ഒരു ആശ്വാസം പറഞ്ഞു കൊടുക്കാൻ വന്ന സ്നേഹിതൻ പറയുന്ന വാക്കുകളാണ്. തിരുവചനം നാം പഠിക്കുമ്പോൾ യോബിന്റെ സ്നേഹിതന്മാർക്ക് യോബിന് വാസ്തവമായും ആശ്വാസം കിട്ടുന്ന ഒരു വചനം പോലും പറഞ്ഞു കൊടുക്കുവാൻ യോബിന് കഴിഞ്ഞില്ല എന്ന്. ഈ 21-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, യോബിന് തൻ്റെ മക്കളെ കുറിച്ച് വളരെ വേദനയുണ്ടായിരുന്നു എന്ന് ആ അധ്യായം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്. അതിന്റെ 8-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 21-ന്റെ. അവരുടെ സന്താനം അവരോടുകൂടെ, അവരുടെ ദുഷ്ടന്മാരുടെ സന്തതികള്, ദുഷ്ടന്മാരുടെ മക്കള് അവരോടുകൂടെ അവരുടെ മുമ്പിലും, അവരുടെ വംശം അവർ കാണുകയും ഉറച്ചു നിൽക്കുന്നു. അവരുടെ വീടുകൾ ഭയം കൂടാതെ സുഖമായിരിക്കുന്നു. ദുഷ്ടന്മാരുടെ മക്കളുടെ വീടുകള് ഭയം കൂടാതെ നിർഭയമായി സുഖമായി ഇരിക്കുന്നു. ദൈവത്തിന്റെ വടി അവരുടെ മേൽ വരുന്നതുമില്ല. ദൈവത്തിന് സ്തോത്രം. താഴോട്ട് പറയുമ്പോൾ പറയുന്നതിന് അവർക്ക് ഒന്നിനും കുറവില്ല, തൊട്ടതിലൊക്കെയും ദൈവം അവരെ അനുഗ്രഹിക്കുകയാണെന്ന്. ദൈവത്തിന്റെ സ്തോത്രം. അതിന്റെ 11-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. അവർ കുഞ്ഞുങ്ങളെ ആട്ടിൻകൂട്ടത്തെ പോലെ പുറത്തയക്കുന്നു, അവരുടെ പൈതങ്ങൾ നൃത്തം ചെയ്യുന്നു, അവർ തപ്പിനോടും കിന്നരത്തോടും കൂടെ പാടുന്നു. ദൈവത്തിന്റെ സ്തോത്രം. യോബ് തൻ്റെ കുടുംബത്തിലേക്ക് നോക്കിയിട്ട് പറയുകയാണ്, എൻ്റെ മക്കളെല്ലാം ഒരു ദിവസം കടന്നുപോയി, എന്നാൽ ദുഷ്ടന്മാരുടെ മക്കളെ അവര് ആട്ടിൻകൂട്ടത്തെ പോലെ പുറത്തയക്കുന്നു, അവരുടെ പൈതങ്ങൾ നൃത്തം ചെയ്യുന്നു, അവർ തപ്പോടും കിന്നരത്തോടും കൂടി പാടുന്നു, അവർക്ക് ഒന്നിനും ഒരു കുഴപ്പവുമില്ല, അവർ സുഖമായി നാൾ കഴിക്കുന്നു. പ്രിയപ്പെട്ട യോബിന്റെ ഉള്ളില് വലിയൊരു ചിന്താക്കുഴപ്പം കടന്നു വന്നിരിക്കുകയാണ്, വലിയൊരു വേദന കടന്നു വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടതകളെല്ലാം വന്നിരിക്കുന്നത് എന്ന്. എന്നാൽ ദുഷ്ടന്മാരുടെ ജീവിതത്തിൽ ഇതുപോലുള്ള പ്രതിസന്ധികളോ പ്രതികൂലങ്ങളോ കഷ്ടതകളോ ചോദനകളോ ഒന്നും വരുന്നില്ല. ഭക്തന്റെ ഹൃദയത്തിൽ വലിയൊരു സംഘർഷമല്ലെങ്കിൽ വലിയൊരു ചിന്താക്കുഴപ്പം ഉണ്ടായിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. 73-ാം സങ്കീർത്തനത്തിലും അവിടെ നാം വായിക്കുന്നുണ്ട്, സങ്കീർത്തനക്കാരനായ ആസാഫിന്റെ ഹൃദയത്തിലും ഇതുപോലുള്ള ഒരു ചിന്ത കടന്നു വന്നതായിട്ട് അവിടെ നാം വായിക്കുന്നുണ്ട്. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവത്തിന്റെ ഹൃദയത്തിൽ ഈ ദുഷ്ടന്മാരുടെ സൗഖ്യം, ദൈവമില്ലാത്തവരുടെ സമൃദ്ധി, അതെല്ലാം കണ്ടിട്ട് അവരോട് എനിക്ക് അസൂയ തോന്നി എന്നാണ് ആസാഫ് പറയുന്നത്. താഴോട്ട് വായിക്കാം. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ. ദുഷ്ടന്മാർക്ക്, ദൈവത്തെ അറിയാത്തവർക്ക് അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ. അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു. അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു. അവർ മർത്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല. അവർ മറ്റുള്ളവരെ പോലെ മർത്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല. മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല. മറ്റു മനുഷ്യരെ പോലെ അവരുടെ ജീവിതത്തിൽ ഒരു ബാധയും വരുന്നില്ല, ബാധിക്കപ്പെടുന്നതുമില്ല. ആകയാൽ ഡംഭം അവർക്ക് മാലയായിരിക്കുന്നു, ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു. ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു. അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു. പ്രിയപ്പെട്ടവനെ, അവരുടെ സമൃദ്ധിയായ, അവർക്ക് ആവശ്യത്തിലധികം ആഹാരം കഴിച്ച് അവരുടെ ശരീരം പുഷ്ടി പ്രാപിച്ചിരിക്കുന്നു, അവരുടെ കണ്ണുകൾ തള്ളി നിൽക്കുന്നു, ഉന്തി നിൽക്കുന്നു എന്ന് ആസാഫ് ചിന്തിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. എന്താണ് ഈ ദുഷ്ടന്മാർക്ക് ഈ സൗഖ്യം വരാൻ കാരണമെന്ന്? പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ദൈവമില്ല എന്ന് പറയുന്നവർക്ക് അവർക്ക് ഇതുപോലുള്ള സമൃദ്ധി ലോകത്ത് വരുന്നതെന്ന്? അന്നും ഇതുപോലുള്ള ചിന്തകളുണ്ട് പ്രിയപ്പെട്ടവർ. ഇന്നും മനുഷ്യ ഹൃദയത്തിൽ, ഭക്തന്മാരുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ
ദൈവവൈതലിന്റെ ജീവിതത്തിൽ കഷ്ടതകളും പ്രതികൂലങ്ങളും വരുമ്പോൾ ലോകമനുഷ്യൻ പലപ്പോഴും ചോദിക്കുന്ന ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്ന കാര്യങ്ങളാണ് എന്ത്? ഇതുപോലെ പ്രാർത്ഥിക്കുകയും ദൈവത്തോടുകൂടെ ജീവിക്കുകയും ദൈവമേ എന്ന് വിളിക്കുകയും ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഇവരുടെ ജീവിതത്തിൽ ഈ കഷ്ടതകൾ വരുന്നതെന്ന്. അതിന്റെ താഴോട്ട് നാം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു, ഉന്നതഭാവത്തോടെ സംസാരിക്കുന്നു, അവരുടെ വായ ആകാശത്തോളം ഉയർത്തുന്നു, അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവർക്ക് ഇന്നതേ പറയാവൂ, ഇന്നവരുടെ കാര്യമേ പറയാവൂ എന്നില്ല. കാരണം അവർക്ക് എന്തും സംസാരിക്കാം. അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുകയാണ്. അവരുടെ സംസാരങ്ങൾ ലോകത്തിൽ പരന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ദൈവത്തെ ഭയമില്ല, മനുഷ്യനെ ഭയമില്ല. അവർ സമൃദ്ധി കൊണ്ട് അഹങ്കരിച്ച് ഉന്നതഭാവത്തോടെ ജീവിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവത്തെ ആത്മാർത്ഥമായി സേവിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് അന്ന് യഹൂദന്മാരിൽ ചിലരൊക്കെയും ചിന്തിച്ചിരുന്നു. ദൈവത്തെ ആത്മാർത്ഥമായി സേവിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന്. കാരണം അവർ നോക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ്. ദുഷ്ടന്മാര് സമൃദ്ധി പ്രാപിക്കുന്നു, അവർക്ക് ഒന്നിനും കുറവില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഒരു പ്രയോജനമില്ല എന്ന് യഹൂദന്മാർ ചിന്തിച്ചപ്പോൾ അതിന് ദൈവം ഉടനെ മറുപടി ലഭിക്കുമെന്നല്ല പറഞ്ഞത്. നിങ്ങളുടെ ഈ ചിന്തകൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന കഷ്ടതകൾക്ക് അതിന് ഉടനെ മറുപടി ലഭിക്കുമെന്ന് ദൈവം പറഞ്ഞില്ല. ദൈവം അവർക്കൊരു വാഗ്ദത്തം കൊടുക്കുകയാണ്. മലാഖി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, ഭക്തന്മാരായവര് ഭൂമിയിലിരുന്നവർ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ദൈവം, നിത്യനായ ദൈവം യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയില്, ദൈവസന്നിധിയില് ഒരു സ്മരണ പുസ്തകം വെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ താൽക്കാലികമായ കഷ്ടതകളും പ്രയാസങ്ങളും ഉടനെ മാറുമെന്നല്ല. എന്നാൽ ദൈവം പറയുകയാണ്, ഭക്തന്മാരുടെ ജീവിതമെല്ലാം നിത്യനായ ദൈവം ശോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്മരണയുടെ പുസ്തകം, ഒരു ഓർമ്മയുടെ പുസ്തകം അത് ദൈവസന്നിധിയിൽ വെച്ചിരിക്കുന്നു എന്ന് വായിക്കാൻ താഴട്ടെ. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവൻ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും. അവൻ ആരെ? യഹോവ ഭക്തൻ, ദൈവത്തിന്റെ മക്കള്, അവരെനിക്കൊരു നിക്ഷേപമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇന്ന് കഷ്ടത കാണാം, പ്രയാസം കാണാം, മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസമായിരിക്കും. എന്നാൽ ദൈവം പറയുകയാണ്, നിങ്ങളുടെ ഈ ഭൂമിയിലെ ജീവിതവും നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതും നിങ്ങളുടെ വേദനകളുമെല്ലാം ശ്രദ്ധ വെച്ച് കാണുന്ന, നോക്കി കാണുന്ന, എല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കതിന് പ്രതിഫലം ലഭിക്കുന്ന, അതിന് മറുപടി ലഭിക്കുന്ന ഒരു ദിവസമുണ്ട്. എന്ത്? അത് സ്മരണയുടെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട, നിത്യനായ ദൈവം തൻ്റെ ദിവസത്തില്, യഹോവയുടെ ദിവസത്തില് അതിനെല്ലാം പ്രതിഫലം ലഭിക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ എന്തെല്ലാം പ്രതികൂലമുണ്ടെങ്കിലും, നമുക്ക് വരുന്ന കഷ്ടതകളോ നമുക്ക് വരുന്ന അവഗണനകളോ നാം മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസ വിഷയമായി തീരുന്നതോ ഇതൊന്നും നമ്മുടെ ദൈവം അറിയാതിരിക്കുന്നില്ല. കാരണം അവനെല്ലാം അറിയുന്നുണ്ട്, അവനെല്ലാം കാണുന്നുണ്ട്, അവനെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, എന്നാൽ അതിനൊരു ദിവസം വെച്ചിട്ടുണ്ട് എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഈ ഭൂമിയിലല്ല, നാം ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്, ദുഷ്ടന്മാരുടെ, ദൈവത്തെ അറിയാത്തവരുടെ വേദനകള് ഈ ഭൂമിയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, മരണത്തിനപ്പുറവും അവർ വേദനയിലാണ്. ദൈവത്തിന്റെ സ്തോത്രം. നാം തിരുവചനത്തിൽ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ലാസർ ഈ ലോകത്തെ ഏറ്റവും വലിയ രോഗിയും ആരും തുണയില്ലാത്തവനും നായ്ക്കൾ വ്രണം നക്കുന്നവനായിരുന്നു. ദൈവമക്കളെ, എന്നാൽ ലാസറിന്റെ മരണത്തോടെ അവന്റെ രോഗം മാറി, അവന്റെ പട്ടിണി മാറി, അവന്റെ കൂട്ടുകാർ മാറി. ദൈവമക്കളെ, തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്ന വിശുദ്ധന്മാര് അവർ ദൈവദൂതന്മാരോട് തുല്യരാണെന്ന്. പ്രിയപ്പെട്ടവരെ, അവിടെ രോഗമില്ല, അവിടെ ഒറ്റപ്പെടുത്തലുകളില്ല, അവിടെ ഭയപ്പാടുകളില്ല, അവിടെ നിരാശയുടെ വിഷയങ്ങളില്ല, അവിടെ അവഗണനയുടെ വിഷയങ്ങളില്ല. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനോട് കൂടെ ദൈവത്തെ പാടി ആരാധിക്കുന്ന ആ സ്വർഗ സന്തോഷത്തില് നാം മനസ്സിലാക്കണം, കേവലം 7-10 ഏറെയായാൽ 80 മാത്രമെന്ന് പറയുന്ന ദൈവത്തിന്റെ വചനം. പ്രിയപ്പെട്ടവരെ, അതോടെ ഈ ഭൂമിയിലെ കഷ്ടതകളെല്ലാം തീരുമെന്നാൽ ദൈവമക്കളെ, ലാസർ കിടന്ന ആ പടിപ്പുരയ്ക്കൽ കിടന്ന്
ആ ധനവാന്റെ കാര്യം നാം വായിക്കുന്നുണ്ട്. അവനിവിടെ സുഖമായി സുഖിച്ചു മുളച്ച് ആഡംബരത്തോടെ ജീവിച്ചു എന്ന് വായിക്കുന്നുണ്ട്. എന്നാൽ ദൈവമക്കളെ നാം വായിക്കുന്നുണ്ട്, അവൻ ഇന്നും ആ പാതാളത്തിലാണ്. ദൈവമക്കളെ ഒരിക്കലും അവിടുന്ന് മോചനമില്ല. കാരണം നിത്യമായ യാതനയിൽ അവൻ എത്തിപ്പറ്റി. നാം മനസ്സിലാക്കണം, കഷ്ടതകളെല്ലാം തീരും പ്രിയപ്പെട്ടവർ മരണത്തോടെ. എന്നാൽ ദൈവത്തോട് കൂടെയല്ല എങ്കിൽ കഷ്ടതകളെന്ന് തുടങ്ങുകയാണ് പ്രിയപ്പെട്ടവർ. ആ ധനവാനായ മനുഷ്യന്റെ ജീവിതത്തിൽ കഷ്ടതകൾ മരണത്തോടെ തീർന്നില്ല. ഒരു നിത്യതയിലും കഷ്ടതയാണ്, നിത്യതയിലും നിരാശയാണ്, നിത്യതയിലും നെടുവീർപ്പാണ്, നിത്യതയിലും ആകുലതകളാണ് പ്രിയപ്പെട്ടവർ. ഒരിക്കലും തീരാത്ത വേദന. നാം മനസ്സിലാക്കണം, ഒരു ഭക്തന്റെ ജീവിതത്തിൽ കഷ്ടതകൾ വന്നു എന്ന് വരാം, പ്രയാസങ്ങൾ വന്നു എന്ന് വരാം പ്രിയപ്പെട്ടവർ. എന്നാൽ അതെല്ലാം ഈ ഭൂമിയിൽ മരണത്തോടെ ശരീരം വിടുമ്പോൾ അതെല്ലാം തീരും പ്രിയപ്പെട്ടവരെ. നിത്യമായ ആ സ്വർഗ സന്തോഷത്തിലേക്ക് ചെന്നു പറ്റാൻ നാം ഒരുങ്ങിയിട്ടുണ്ടോ? നാം എപ്പോഴും ചിന്തിക്കണം, കർത്താവേ ഇവിടം വിട്ടാൽ എവിടെയാണ്? ദൈവമക്കളെ ഞാൻ എപ്പോഴും പറയും, കാരണം ഇവിടം വിട്ടാൽ എവിടെയാണെന്ന് നാം എപ്പോഴും ചിന്തിക്കണം, ഒരുങ്ങിയിരിക്കണം പ്രിയപ്പെട്ടവരെ. അതിനുവേണ്ടി നാം കാത്തിരിക്കണം. ഈ ശരീരം വിട്ടാൽ എവിടെയാണെന്ന് അതൊരു ഊഹാഭോഗമായിട്ട് കടന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. അത് എവിടെയാണെന്ന് നമുക്ക് ഈ ശരീരത്തിലിരിക്കുമ്പോൾ ഉറപ്പുവരുത്താൻ കഴിയണം. എൻ്റെ നിത്യത എവിടെയാണെന്ന് പ്രിയപ്പെട്ടവരെ. സഭാപ്രസംഗി പറയും, 8-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. ഭൂമിയിൽ നടക്കുന്ന ഒരു മായ ഉണ്ട്, ഭൂമിയിൽ നടക്കുന്ന ഒരു മായയുണ്ട്, നീതിമാന്മാർക്ക് ദുഷ്ടന്മാരുടെ പ്രവൃത്തിക്ക് യോഗ്യമായത് ഭവിക്കുന്നു. നീതിമാന്മാരായി ജീവിക്കുന്നവർക്ക് ദുഷ്ടന്മാരുടെ പ്രവൃത്തിക്ക് യോഗ്യമായതാണ് ഈ ഭൂമിയിൽ ലഭിക്കുന്നത് എന്ന്. ദൈവത്തിന് സ്തോത്രം. നീതിമാന്മാർക്ക് ദുഷ്ടന്മാരുടെ പ്രവൃത്തിക്ക് യോഗ്യമായതാണ് അവർ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ലോകപ്രകാരം ലഭിക്കുന്ന പലതും. വായിക്കാം. ദുഷ്ടന്മാർക്ക് നീതിമാന്മാരുടെ പ്രവൃത്തിക്ക് യോഗ്യമായതും ഭവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദുഷ്ടന്മാരെന്നല്ലെങ്കിൽ ദൈവമേ എന്ന് വിളിക്കാത്ത, ദൈവത്തെ അറിയാത്ത പാപത്തിൽ ജീവിക്കുന്നവർക്ക് അവർക്ക് നീതിമാന്മാരുടെ പ്രവൃത്തിക്കെടുത്ത പ്രതിഫലമാണ്, അല്ലെങ്കിൽ അവർക്ക് അതിന് യോഗ്യമായതാണ് ഈ ശരീരത്തിലിരിക്കുമ്പോൾ ലഭിക്കുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, സഭാപ്രസംഗി പറയുകയാണ്, ഇതും ഈ ഭൂമിയിൽ ഞാൻ കാണുന്ന ഒരു മായയാണെന്ന്. ദൈവമക്കളെ, നീതിമാന്മാർക്ക് ദുഷ്ടന്മാരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണമുള്ള ഫലങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് ലഭിക്കുന്നു. എന്നാൽ ദുഷ്ടന്മാരായി ജീവിക്കുന്നവർക്ക് നീതിമാന്മാർക്ക് ലഭിക്കുമെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നതായ അനുഗ്രഹങ്ങളും ആരോഗ്യവും സമൃദ്ധിയും എല്ലാം ലഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സഭാപ്രസംഗി പറയുകയാണ്, ഇത് ഒരു മായയാണെന്ന്. ഈ ഭൂമിയിൽ ഞാൻ കണ്ട ഒരു മായയാണ്, അല്ലെങ്കിൽ മനുഷ്യന് പിടികിട്ടാത്ത ഒരു മായയാണെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, ഇതൊന്നും എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും അതിന് ശരിയായ ഒരു മറുപടി പറയാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ട് കഷ്ടത വരുന്നു, എന്തുകൊണ്ട് രോഗം വരുന്നു, എന്തുകൊണ്ട് പട്ടിണി വരുന്നു, പ്രിയപ്പെട്ടവരെ, ഇതൊന്നും മനുഷ്യന് വിലയിരുത്താൻ കഴിയുന്ന കാര്യങ്ങളല്ല. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, സഹിക്കാൻ പറ്റാത്ത, നമുക്ക് വഹിക്കാൻ കഴിയാത്ത വേദനകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എല്ലാം വരുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത്, കർത്താവേ നിന്റെ ഇഷ്ടത്തിന് എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയേണ്ടതാണ് പ്രിയപ്പെട്ടവരെ. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ഇതിനൊന്നും പരിഹാരം വരുത്തുവാൻ നമുക്ക് കഴിയുകയില്ല. എന്തുകൊണ്ടാണ് ദൈവമേ ഇങ്ങനെ വന്നതെന്ന് ചോദിക്കാൻ നമുക്ക് അവകാശമുണ്ടോ പ്രിയപ്പെട്ടവരെ? ഒരിക്കലുമില്ല. ഒന്നും ചോദ്യം ചെയ്യാതെ അനുസരിക്കേണ്ടതാണ് ദൈവമക്കളുടെ ജീവിതത്തിൽ. ദൈവമക്കളെ, ഒരു മനുഷ്യനെ പോലും ഹോമയാഗം കഴിച്ചിട്ടില്ലാത്ത ആ തലമുറയിലാണ് അബ്രാഹാമിനോട് ദൈവം പറഞ്ഞത്, നിന്റെ ഏകജാതനായ നീ സ്നേഹിക്കുന്ന ആ ഇസ്ഹാക്കിനെ തന്നെ എനിക്ക് കൃത്യമായ സ്ഥലവും പറഞ്ഞു ഹോമയാഗം കഴിക്കണം. ദൈവമക്കളെ, നാം പഠിക്കേണ്ടതാണെന്ത്? ഒന്നും അബ്രാഹാം ചോദിച്ചില്ല. എൻ്റെ ദൈവമേ, ഇതിനു മുമ്പ് ആരെയും ഹോമയാഗം കഴിച്ചിട്ടില്ലല്ലോ എന്നോ, എനിക്ക് വേറെ മക്കളില്ലല്ലോ എന്നോ, എൻ്റെ കർത്താവേ എന്തുകൊണ്ടാണ് ഇത്ര കഠിനമേറിയ കാര്യങ്ങൾ എന്നോട് പറഞ്ഞതെന്നോ ഒന്നും ചോദിക്കാതെ ദൈവമക്കളെ അബ്രാഹാം ദൈവത്തിൻ്റെ വചനം അനുസരിച്ചു എന്ന്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും ഒന്നും ചോദ്യം ചെയ്യാതെ ദൈവശബ്ദത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാനും താഴ്ത്തി സമർപ്പിക്കുവാനും കഴിയേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനക്കാരൻ 73-ാം സങ്കീർത്തനത്തിലും ഇത് തന്നെയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് അവൻ തൻ്റെ ജനത്തെ ഇതിലേക്ക് തിരിക്കുന്നു, അവർ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു. ദൈവം എങ്ങനെ അറിയുന്നു, അത്യുന്നതിന് അറിവുണ്ടോ എന്നവർ പറയുന്നു. എൻ്റെ ജീവിതത്തിലെ പ്രവൃത്തികളൊക്കെ ദൈവം എങ്ങനെ അറിയുന്നു, അത്യുന്നതിന് അറിവുണ്ടോ എന്ന് അവർ പറയുന്നു. ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ, അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. ദൈവമക്കളെ, ദുഷ്ടന്മാര് നിത്യം സ്വസ്ഥത അനുഭവിച്ച് ഈ ഭൂമിയിലെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. അവരുടെ ലക്ഷ്യം അത് മാത്രമാണ്.
ഈ ഭൂമിയിൽ സമ്പാദിക്കുക, ഈ ഭൂമിയിൽ സ്വത്തുണ്ടാക്കുക, അതിനധികമായ ഒരു ലക്ഷ്യം അവർക്കില്ല. കാരണം അവർ ഈ കണ്ണിന് മുമ്പിൽ കാണുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതിനപ്പുറമൊന്നുണ്ടെന്നോ, അവിടെ എത്തണമെന്നോ, അതിനുവേണ്ടി ഒരുങ്ങണമെന്നോ അങ്ങനെയൊരു ചിന്ത അവർക്കില്ല. അവരുടെ അഹങ്കാരം കൊണ്ട് അവർ ചോദിക്കുകയാണ്, ദൈവം എങ്ങനെ അറിയുന്നു, അത്യുന്നതന് അറിവുണ്ടോ എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. 13-ാമത്തെ വാക്യം വായിച്ചു. എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴിയതും വ്യർത്ഥമത്രേ. പ്രിയപ്പെട്ട ആസാവ് പറയാണ്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്, ലോകത്തിന്റെ ഗതിയെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ എന്ന്. ദൈവത്തിന് സ്തോത്രം. ആസാവ് പറയാണ്, എൻ്റെ ഈ ഭക്തി ജീവിതം, എൻ്റെ ഈ ഒരുക്കം, ഞാൻ പ്രാപിച്ച ശുദ്ധീകരണം, അനീതി പറ്റാതെ എൻ്റെ കയ്യെ കാത്തത്, ഇതെല്ലാം വ്യർത്ഥമായി പോയല്ലോ എന്ന് ഭക്തന്റെ ഹൃദയത്തിൽ വലിയൊരു ചിന്ത കടന്നു വന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട മനുഷ്യ ഹൃദയത്തിൽ ഇതുപോലുള്ള ചിന്തകൾ മനുഷ്യനെ ഭരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഈ ദുഷ്ടന്മാരോട് അസൂയ തോന്നി എന്നാണ് 73-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചത്. ദൈവമക്കളെ, ഒരു ദൈവവേദലിന് ഒരിക്കലും അസൂയ തോന്നേണ്ട കാര്യമില്ല. ഈ ലോകത്തിലെ മറ്റുള്ളവരുടെ സമൃദ്ധിയിലേക്ക് നമ്മുടെ കണ്ണൊരിക്കലും പതിയരുത്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? എപ്പോഴും നാം മറ്റുള്ളവരിലേക്ക് നോക്കി, അവരുടെ ഉയർച്ചയിലേക്ക് നോക്കി, അവരുടെ ഉന്നമനത്തിലേക്ക് നോക്കി, അവരുടെ മക്കളുടെ ഭാവിയിലേക്ക് നോക്കി, അവരുടെ ഭവനത്തിന്റെ വലിപ്പം നോക്കി, അവരുടെ വാഹനത്തിന്റെ വലിപ്പം നോക്കി, അവരുടെ ജീവിത സൗകര്യങ്ങളുടെ ആ ഉന്നതമായ നിലവാരം നോക്കി ഒരു ദൈവത്തിലെ നീ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. അതിലൊന്നും നോക്കാൻ ദൈവം നമ്മെ ആക്കിയിട്ടില്ല. ദൈവമക്കളെ, നാം അറിയാതെ പോകുന്ന, അല്ലെങ്കിൽ അനേക ഭക്തന്മാരെന്നും വിശ്വാസികളെന്നും ആത്മീയരും ചിന്തിക്കുന്നവർക്ക് പറ്റുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാം നാം മറ്റുള്ളവരിലേക്കാണ് നോക്കുന്നത്. മറ്റുള്ളവരുടെ ഉയർച്ച, മറ്റുള്ളവരുടെ സമൃദ്ധി. ദൈവമക്കളെ, നാം നമ്മിലേക്ക് തന്നെ നോക്കാൻ പഠിക്കണം. എന്നെ ദൈവം നടത്തിയ വഴികള്, എനിക്കവൻ തന്ന അനുഗ്രഹങ്ങള്, എന്നെ അവൻ ഉയർത്തിയ വഴികള്. ദൈവത്തിന്റെ സ്തോത്രം. സഹോദര, ഒന്നും പുറകോട്ട് തിരിഞ്ഞ് നോക്കി നിനക്ക് സ്തുതിക്കാൻ വകയില്ലേ? ചിന്തിച്ചു നോക്കണം ദൈവമക്കളെ. ഈ ലോകത്തിലെ മറ്റുള്ളവരുടെ ഉയർച്ചയിലേക്ക് നാം ഒരിക്കലും നോക്കിയിരിക്കരുത്. ദൈവമക്കളെ, നമ്മെ ഉയർത്താൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സഹോദര, നിന്നെ എത്രമാത്രം ഉയർത്തണമെന്ന് അവൻ അറിയാം. അവനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിലെ നീ താണു നിന്നാൽ മതി. ദൈവത്തിന്റെ സ്തോത്രം. ആസാവ് പറയുകയാണ്, കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ വെടിപ്പാക്കിയതും വ്യർത്ഥമായി പോയല്ലോ എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എൻ്റെ ഈ ഭക്തി ജീവിതം വെറുതെയായിപ്പോയോ? എൻ്റെ പ്രാർത്ഥന വെറുതെയായിപ്പോയോ? ഞാൻ ഈ കാലം അത്രയും കൂട്ടായ്മ കൂടാൻ നടന്നത് വ്യർത്ഥമായി പോയോ? ദൈവത്തിന്റെ സ്തോത്രം. എൻ്റെ ഭവനത്തിൽ എന്താ ഇങ്ങനെ വന്നത്? എൻ്റെ മക്കളുടെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ വന്നത്? ദൈവമക്കളെ, പലപ്പോഴും ഇതെല്ലാം കടന്നു വരാം. എന്നാൽ അതിനൊന്നും നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനവും നാം കൊടുക്കരുത്. അതെല്ലാം ഉയരത്തിൽ പറക്കുന്ന പക്ഷികളാണ്. അതെല്ലാം പിശാചിന്റെ ആലോചനകളാണ്. ദൈവത്തിലെ അതിനെല്ലാം ആട്ടിക്കളയാൻ കർത്താവിന്റെ കൃപയിൽ നാം ശരണപ്പെട്ടെപ്പോഴും നിൽക്കണം. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട ഈ മനുഷ്യൻ പാപം ചെയ്യാൻ ധൈര്യപ്പെടുന്നത്? സഭാപ്രസംഗി പറയും, ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായകയാൽ മനുഷ്യൻ പാപം ചെയ്യുന്നു, ദുഷ്ടത പ്രവർത്തിക്കുന്നു. മനുഷ്യൻ നോക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല. ഒരു പാപം ചെയ്തുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. ദുഷ്ടതയിൽ ജീവിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. മദ്യപിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഭാര്യയെ തല്ലിയതുകൊണ്ട് കുഴപ്പമില്ല. മക്കളെ ഉപേക്ഷിച്ചതുകൊണ്ട് കുഴപ്പമില്ല. കുടുംബ കലഹമുണ്ടാക്കുന്നത് കുഴപ്പമില്ല. എന്തെല്ലാം ചെയ്തിട്ടും ഒന്നിനും ഒരു കുഴപ്പമില്ലാത്തത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ പിന്നെയും പാപം ചെയ്യാൻ ധൈര്യപ്പെടുന്നു. ഇതിനുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായതുകൊണ്ട് മനുഷ്യൻ പിന്നെയും പാപത്തിൽ ജീവിക്കാൻ ധൈര്യപ്പെടുന്നുവെന്ന്. ദൈവമക്കളെ, എന്നാൽ നാം അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനെല്ലാം ശിക്ഷ വിധിക്കുന്ന, ന്യായം വിധിക്കുന്ന, നമ്മെ തൂക്കി നോക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് നമുക്ക് വായിക്കാം. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17 മുതൽ വായിക്കാം. അത്തിവൃക്ഷം തളിക്കയില്ല, പ്രിയപ്പെട്ടവരെ, അത്തിവൃക്ഷം തളിർക്കുന്നില്ല. മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല, മുന്തിരിവള്ളിയിൽ ഒരനുഭവം ഉണ്ടാകുന്നില്ല. ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമാകും. ഒലിവുമരത്തിന്റെ പ്രയത്നം അത് നിഷ്ഫലമായി പോയി. നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, നിലങ്ങളിൽ ആഹാരം വിളയുന്നില്ല. ആട്ടിൻകൂട്ടം തൊഴുത്തുകളിൽ നിന്ന് നശിച്ചു പോകുന്നു, ആട്ടിൻകൂട്ടം തൊഴുത്തുകളിൽ നിന്ന് നശിച്ചു പോകുന്നു. ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കയില്ല, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഹബക്കൂക്ക് പറയുകയാണ്, എല്ലാം എനിക്ക് പ്രതികൂലമാണ്, ഒന്നിലും എനിക്കൊരു ആശയ്ക്ക് വകയില്ല. എല്ലാം നശിച്ചിരിക്കുകയാണ്, എല്ലാം പ്രതികൂലമായിരിക്കുകയാണ്, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്ന്
എന്നാൽ ഭക്തൻ എന്താണ് ചേർത്ത് പറയുന്നത്? എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ദൈവമക്കളെ, എല്ലാം പ്രതികൂലമാകുമ്പോൾ, എല്ലാം നമുക്ക് എതിരായി നിൽക്കുമ്പോൾ, ഒന്നിലും ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തപ്പോഴും പ്രിയപ്പെട്ടവരെ, ആസാഫ് പറയാണ്, എങ്കിലും ഞാൻ എൻ്റെ ദൈവമായ യഹോവയിൽ ആനന്ദിക്കുമെന്ന്. ദൈവമക്കളെ, ഭക്തന്റെ ജീവിതം ഈ കഷ്ടതയിൽ പാടാനുള്ളതാണ്. ഭക്തന്റെ ജീവിതം പ്രിയപ്പെട്ടവരെ പ്രതികൂലങ്ങളുടെ നടുവിൽ സന്തോഷിക്കാനുള്ളതാണ്. ദൈവമക്കളെ, ആസാഫ് ഈ സംശയങ്ങൾക്കെല്ലാം ഉത്തരം കണ്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് കിട്ടുന്നുണ്ട്. സങ്കീർത്തനം 73:18. നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, ആസാഫ് ഇതുപോലുള്ള ചിന്തകളെല്ലാം ഉള്ളിൽ വന്നപ്പോൾ അവനിത് ഗ്രഹിപ്പാൻ പ്രയാസമാണ്. അതിന്റെ 16 ഞാനിത് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് ഈ ദുഷ്ടന്മാരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. അപ്പോഴാണ് ആസാഫിന് മനസ്സിലായത്, ഈ ദുഷ്ടന്മാരെയെല്ലാം ദൈവം ഒരു വഴുവഴുപ്പിലാണ് അവർ നിൽക്കുന്നത്. നിശ്ചയമായും നീ അവരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടും. ദൈവമക്കളെ, ഒരു വഴുവഴുപ്പുള്ള, തെറ്റി വീഴാവുന്ന, എപ്പോ വേണമെങ്കിലും നാശം ഭവിക്കാവുന്ന ഒരു പ്രതലത്തിലാണ് ഈ ദുഷ്ടന്മാരുടെ ജീവിതമെന്ന്. നിശ്ചയമായും നീ അവരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 21:13 കൂടി വായിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. ഇയ്യോബിനും വ്യക്തമായ ഒരു ഉത്തരം കിട്ടി. ഈ സംശയങ്ങൾക്കെല്ലാം ഒടുവില്, ഈ ആകുല ചിന്തകൾക്കെല്ലാം ഒടുവില് ഇയ്യോബിന്റെ ഹൃദയത്തിൽ ഒരു ഉറപ്പ് വന്നു. വായിക്കാം. അവർ സുഖമായി നാൾ കഴിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദുഷ്ടന്മാര്, ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവര്, അവര് സുഖമായി നാൾ കഴിക്കുന്നു. മാത്ര കൊണ്ട് പാതാളത്തിലേക്ക് ഇറങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, അതിനോട് ചേർത്ത് ഭക്തൻ പറയാണ്, അവർ മാത്ര കൊണ്ട്, നിമിഷ നേരം കൊണ്ട്, ക്ഷണനേരം കൊണ്ട് അവര് പോലും അറിയാതെ പാതാളത്തിലേക്ക് പതിക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന്. ദൈവത്തിന് ദൈവമക്കളെ, ഇയ്യോബിന് മനസ്സിലായി, അവർ സുഖമായി നാൾ കഴിക്കുന്നു, ഒന്നിനും കുറവില്ല, മക്കൾക്ക് കുറവില്ല, ആട്ടിൻകൂട്ടത്തിന് കുഴപ്പമില്ല, കന്നുകാലികൾക്ക് കുഴപ്പമില്ല, എല്ലാം സമൃദ്ധിയാണ്. എന്നാൽ ഇയ്യോബിന് വലിയൊരു സത്യം മനസ്സിലാക്കി, മാത്ര കൊണ്ട് അവർ പാതാളത്തിലേക്ക് പോകുമെന്ന്. ആസാഫിന് മനസ്സിലായി, എന്ത്? ഈ ദുഷ്ടന്മാര് വലിയ വഴുവഴുപ്പുള്ള പ്രതലങ്ങളിലാണ് അവർ ജീവിക്കുന്നത്. നിമിഷ നേരം കൊണ്ട് അവർ പാതാളത്തിലേക്ക് പോകും, തെന്നി വീഴുമെന്ന്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഈ ജീവിതം ഒരിക്കൽ കൂടി സമർപ്പിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവേ, ഈ ദുഷ്ടന്മാരും കർത്താവിനെ അറിയാത്തവരും ജീവിക്കുന്ന ഈ ലോകത്ത്, കർത്താവേ, നിന്റെ മക്കളായി ഞങ്ങൾ അതുപോലെ ജീവിച്ചൊരു കാലമുണ്ടെന്നാൽ അവിടുന്നെല്ലാം നീ വിളിച്ച് ഞങ്ങളുടെ ആത്മകണ്ണ് അല്പമായി തുറന്ന് ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന ആ നിത്യമായ രക്ഷ കാണുവാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തന്നല്ലോ കർത്താവേ. ഇന്നിവിടെ പ്രതികൂലമുണ്ടെങ്കിലും, പ്രതിസന്ധി ഉണ്ടെങ്കിലും, എന്തെല്ലാം കഷ്ടതകളുണ്ടെങ്കിലും ഒന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ, ഒരു നാൾ ഇതെല്ലാം വിട്ട് ഞങ്ങൾ അരുമനാഥന്റെ സന്നിധിയിലേക്ക് പറന്നു വരുന്നൊരു ദിവസമുണ്ട് എന്ന്. ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം.